ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു അപ്ഡേറ്റ്, ഒരു കിടിലൻ ഒരു അപ്ഡേറ്റാണ്. കാട്ടാളൻ ട്രെയിലർ കണ്ട് ഒരു 4 മണിക്കൂറായി. ഞാൻ ഉറങ്ങിപ്പോയി. എന്താ പറയുക, ഒട്ടും ട്രെയിലർ ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. കാരണം ഉച്ചക്കൊരു ഷാജി കൈലാസിൻ്റെ വേറൊരു സാധനം വന്നായിരുന്നു, വരവ്. അതറിയാമല്ലോ, ഷാജി കൈലാസിൻ്റെ പഴയ ഒരു ഡയറക്ഷനും ഒരു ഇതൊക്കെ തന്നെയാണ്. ആ മൈൻഡ് ഔട്ട് സാധനമൊന്നും മാറിയിട്ടില്ല. പക്ഷെ ഇതങ്ങനെയല്ല. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ട്രെയിലർ ഞാൻ കണ്ടു, 2 മിനിറ്റ് 12 സെക്കൻഡാണ്. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് പോൾ ജോർജാണ് ഇതിൻ്റെ ഡയറക്ടർ. ഈ പറഞ്ഞ മ്യൂസിക് രവി ബസൂർ ആണെന്നറിയാമല്ലോ. പിന്നെ ഈ DOP റെന്നഡേവ് എന്ന് പറഞ്ഞ ആളാണ്. കാരണം CA സിനിമയും പിന്നെ ഷൈലോ ഒക്കെ ചെയ്ത ആളാണ്. ആളെന്തുകൊണ്ട് DOP ചെയ്തെന്നൊക്കെ അറിയില്ല. പക്ഷെ എന്നാലും ട്രെയിലറിൽ പുള്ളി ചെയ്താൽ നമുക്ക് തോന്നണില്ല, വേറൊരു പുറത്തൊരു ആൾ ചെയ്ത പോലെ. പിന്നെ വേറെ കാര്യമുണ്ട്, വെയിറ്റ് അഡീഷണൽ DOP ആണ് ചന്ദ്രു സെൽവരാജ്. അതായത് ഈ പറഞ്ഞ മാർക്കോലും പുള്ളി തന്നെയാണ് ചെയ്തത്, DOP ചെയ്തത്. അഡീഷണൽ DOP ആണല്ലോ ചന്ദ്രു സെൽവരാജ്. പിന്നെ എഡിറ്റർ ഷമീർ മുഹമ്മദ്. ഭയങ്കര ചൂടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ തുടക്കണേ. ഇപ്പം വേർതിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രെയിലർ കട്ട് ദേവനന്ദൻ VB, ബിഗ് സല്യൂട്ട്. കാരണം ടീസർ ഇറങ്ങിയപ്പോഴും എല്ലാവരും ഗമ പാടി ഗൈസ്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഹെവി ഒരു സാധനം തന്നെ. വിഷുവിന് തകർക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ് ഇത് ചെയ്തു വെച്ചേക്കണത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മേക്കിംഗ് എത്രത്തോളം ഒരു എഫേർട്ട് ഇട്ടേക്കണത്. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമുക്ക് തിയേറ്ററിൽ കൊടുത്ത കാശ് കിട്ടും, ആ രീതിയിൽ നമുക്ക് പോയി കാണാൻ പറ്റും. പിന്നെ ഈ കഥയില്ല മറ്റേ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ പറയാം പറയും. അതിൽ സിനിമ ഇറങ്ങിയാലേ എനിക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാനിങ്ങനെ റെയറായിട്ടാണ് വീഡിയോ ചെയ്യുള്ളൂ. കാരണം നമുക്ക് ഇത് ചെയ്യണമെന്ന് ഉച്ചക്ക് വരവെന്ന് പറഞ്ഞാൽ ഷാജി കൈലാസിന് എനിക്കത് ചെയ്യാൻ തോന്നിയില്ല. കാരണം അത് നമുക്കൊന്നും എന്ത് പറയാനാണത്, അത് ഷാജി കൈലാസിൻ്റെ പഴയ പിന്നെ കുപ്പി എന്നൊക്കെ പറയാം. പിന്നെ ആകെ ജോർജ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെ കാട്ടാളൻ അടിപൊളിയായിട്ടുണ്ട് ട്രെയിലർ. ലാസ്റ്റ് പെപ്പനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ തന്നെ പേടിച്ചു പോയി. അയ്യോ, വിജയ് റെഫറൻസ് വരരുത്, കാരണം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയാണ്. പക്ഷെ അതല്ല, ഒരു വിലം കെട്ടിട്ടുള്ളൊരു മാസമാണ്. വിജയ് ഇങ്ങനെയല്ലേ കാണിക്കുള്ളൂ. അത് നമ്മളിപ്പോൾ മലയാള സിനിമയിൽ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും. പക്ഷെ ഇതങ്ങനെയല്ല, വിലം കെട്ടിട്ടുള്ളൊരു ഒരു ഒരു വേറെ സാധനം. അതതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ, അതായത് ഈ തമിഴിൽ സൂര്യ ഒരു ജയിലിൽ പോണ സീനുണ്ട്. ഏതൊരു പടത്തിൻ്റെ ഇതാണ്, പേര് എനിക്കറിയില്ല പടത്തിൻ്റെ പേര്. അതിൽ വിലം വെച്ചിട്ട് സൂര്യ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സീനുണ്ട്, അറസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു സംഭവം തന്നെയാണത്. അപ്പോൾ ഈ പെപ്പയുടെ സീൻ കാണിച്ചാണ്. പിന്നെ ഫൈറ്റ് പറയേണ്ട കേസില്ലല്ലോ. ട്രെയിലറിൽ എന്താണോ നമുക്ക് ട്രെയിലറിൽ നമുക്ക് സിനിമ കാണുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ, അത് ട്രെയിലറിൽ നമുക്ക് മുഴുനീളം പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി സിനിമ വന്നാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മേക്കിംഗ് വെച്ച് ഇത് സ്റ്റോറി കണക്റ്റ് ആവണമെങ്കിൽ 100 കോടി നിൽക്കില്ല, ഇത് 200 കോടി ആയിരിക്കും. കാരണം ഇപ്പോൾ 100 കോടിയുടെ കാലമാണ്. ആട് 3 100 കോടി, വാഴ 100 കോടി. ഇനി അടുത്തത് ഇതിൻ്റെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യും. അപ്പം ഇത് ഗമഗമല്ല ഗായ്സ്.